ഹായ് എവരി വൺ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂർഗിലെ കോപ്പ എന്നൊരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു മഹാരാജ ഹോം റിസോർട്ട് അമർ ഹോസ്പിറ്റാലിൻ്റെ കീഴിലുള്ള അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാ ന്യൂ ഇയറിനും മുമ്പായിട്ട് ഏതെങ്കിലും ഒരു തണുപ്പുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ച് കൂടാറുണ്ട്. ഒരു 1-2 ദിവസം. അത് നമ്മൾ എത്ര പറ്റിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഒഴിവുണ്ടാക്കി ഞങ്ങൾ പോയിരിക്കും. എൻ്റെ ഏജുകാരുണ്ടാവും, ചെറിയ 10-20 വയസ്സിന് മേലുള്ള പെൺകുട്ടികളുണ്ടാവും, 60-65 വയസ്സുള്ള അമ്മമാർ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ എല്ലാവരും ഒരേ ഏജുകാരാണ്. ഞാനിപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്നലെ രാത്രി സംസാരിച്ച് ഉറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങൾ പാട്ടും ക്യാമ്പ് ഫയറും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. ചിരി എന്ന് പറഞ്ഞാൽ നിർത്താതെ ചിരിയായിരുന്നു. വർത്തമാനങ്ങൾ ഓരോന്നോരോന്നോരോരുത്തർ പറഞ്ഞ് അപ്പോൾ എല്ലാവരും പറയുമായിരുന്നേ, അയ്യോ നമ്മൾ എത്ര ചിരിച്ചു, ആ ചിരിയിൽ നമ്മുടെയൊക്കെ കുറേ ടെൻഷൻസ് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ചിരിയെ പറ്റി പറയാമെന്ന്. ശരിയല്ലേ? ഒരു നിറഞ്ഞ പുഞ്ചിരി മതിയല്ലേ നമ്മുടെ ഒരു ദിവസം നന്നാക്കാൻ. ഞാൻ ഫ്രണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ചില ആൾക്കാർ വരും കേട്ടോ. അവരിങ്ങനെ ഭയങ്കര അസുഖക്കാർ വരുമ്പോൾ മിക്കവാറും അവർക്ക് ടെൻഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു എന്തെങ്കിലും ഒരു ചെറിയ മനുഷ്യരല്ലേ, എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് വന്നാൽ അപ്പോൾ തുടങ്ങും അവർ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരും. എന്താ ഫയൽ വയ്ക്കാൻ ലേറ്റായോ, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചീത്തയായി വരുമ്പോൾ നമ്മളും കൂടി അതേ അവരുടെ ദേഷ്യത്തിൽ തുടങ്ങിയാൽ അവിടെ വലിയൊരു ലഹളയാവും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, സംഗതി നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചില പ്രകോപനങ്ങൾ നമുക്കും ഉണ്ടാവും ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ. എൻ്റെ പോളിസി എന്താണെന്നറിയോ, ഞാൻ മനസ്സിൽ അവരും ചീത്ത പറയും. അതിന് ശേഷം എൻ്റെ മുഖത്തൊരു നിറഞ്ഞ പുഞ്ചിരി വരുത്തും. ആ പുഞ്ചിരിയോടുകൂടി ഞാൻ അവിടെ സംസാരിക്കും, സർ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചിരിയിൽ അവർ വീഴും. മിക്കവാറും ഒരു 99% ആൾക്കാർ നമ്മുടെ ചിരിയിൽ വീഴും. അല്ല, 1% ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ചിരിയിൽ വീഴാത്ത ആൾക്കാർ. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചട്ടിയും കല്ലാമോ തട്ടിയും മുട്ടിയിരിക്കുന്നതല്ലേ പറയാം. മിക്കവാറും നല്ല ഇടിയൊക്കെ ഇടും രാത്രി. നമ്മുടെ പ്രശ്നങ്ങൾ, പല കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ടാവാം, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം. ഞാൻ വിചാരിക്കും ഇനി അങ്ങോട്ട് മിണ്ടില്ല. അപ്പോൾ അങ്ങേരോട് പറയും, ഞാൻ വിചാരിക്കുന്നതിനോട് ഞാൻ മിണ്ടില്ല എന്ന്. പക്ഷേ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നും, അയ്യോ അങ്ങനെ എന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ തന്നെ ഞാനാണെങ്കിൽ ഒന്ന് ചിരിച്ച് ചെന്നാൽ അങ്ങേരെ അപ്പം തന്നെ ഓക്കെ ആയി. ഗോപിയേട്ടനും ആദ്യം ഒന്ന് ബലം പിടിച്ചാൽ പിന്നെ ഓക്കെ ആയി. ചില സമയത്ത് ഇപ്പം പോലെ ഗോപിയേട്ടൻ ചിരിച്ചുകൊണ്ട് വരും എൻ്റെ അടുത്തേക്ക്, പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ എല്ലായിടത്തായാലും നമ്മൾ അമ്മായിയമ്മ മരുമക്കളായാലും വീട്ടുകാരായാലും കൂട്ടുകാരായാലും നമ്മളൊന്ന് തല്ലു പിടിച്ച് എങ്ങാനും ഇരിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ചെല്ലൂ. അതുപോലെ ആ നിറഞ്ഞ പുഞ്ചിരി മതി ആ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ. അതുപോലെ തന്നെ നമ്മൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ ഒന്ന് കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും സാധാരണയായിട്ട് എന്താ ചെയ്യാറുള്ളത്, ഈശ്വരന്മാരെ വിളിച്ച് നമ്മൾ എണീക്കാറുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈശ്വരന്മാരെ വിളിച്ചെണീക്കിൻ്റെ ഒപ്പം ഒന്ന് മനസ്സ് തുറന്ന് കണ്ണ് തുറക്കുക, മനസ്സ് തുറന്നൊന്ന് ചിരിക്കുക. സത്യം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതിൽ തീരും. ഒരാളെ കാണുമ്പോഴായാലും നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ചിലപ്പം അവരുടെ മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കാം, എന്താടോ പ്രശ്നം എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചാൽ മിക്കവരുടെ പ്രശ്നങ്ങളും തീരും. അപ്പോൾ ഒരുവിധം നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ നിറഞ്ഞൊരു പുഞ്ചിരിയിൽ തീർക്കാൻ പറ്റും. ഭഗവാൻ ഈ മനുഷ്യന് മാത്രം തന്നിട്ടുള്ളൊരു പ്രത്യേകതയാണ് ചിരി, അല്ലേ? പട്ടിക്ക് ചിരിക്കാൻ പറ്റുമോ? പശുവിന് ചിരിക്കാൻ പറ്റുമോ? പക്ഷികൾക്ക് ചിരിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അവരുടെ ഇതിൽ പറ്റുമായിരിക്കും. എന്നാലും പറയുക, ചിരി എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം ദൈവം തന്നിട്ടുള്ളൊരു വരമാണ്, അല്ലേ? അപ്പോൾ എല്ലാവരും പരമാവധി നിറഞ്ഞ പുഞ്ചിരിയോടെ എഴുന്നേൽക്കുക. രാത്രി കിടക്കുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ കിടക്കുക, മനസ്സ് തുറന്ന് ചിരിക്കുക. എല്ലാവരും പരസ്പരം എപ്പോഴും അങ്ങനെ ചിരി നിറഞ്ഞ് നമുക്ക് എല്ലാവർക്കും സന്തോഷം വരട്ടെ, അല്ലേ? അപ്പോൾ എല്ലാവരും ചിരിക്കണം കേട്ടോ. എന്നിട്ട് വല്ലാണ്ട് ചിരിച്ചാൽ നമ്മൾ തുടങ്ങി വട്ടണം എന്ന് പറയും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വേണ്ട സന്ദർഭങ്ങളിൽ നല്ലവണ്ണം ചിരിക്കണം എല്ലാവരും. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങളും നിറഞ്ഞ പുഞ്ചിരിയോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനേ ഈ വശങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ നിൽക്കണ വശം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച്. കാരണം ഞാൻ എഡിറ്റൊന്നും ചെയ്യാത്ത കാരണേ എനിക്കങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ എടുക്കും, കയ്യോടെ അപ്ലോഡ് ചെയ്യും. എനിക്ക് എഡിറ്റിംഗ് ഒന്നും ഇല്ല. കാരണം പരമാവധി കുറച്ച് സമയക്കുറവുണ്ട്. ജോലിക്ക് പോകണു, മിക്കവാറും ഞാൻ ലീവ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പരമാവധി കണ്ടിന്യൂസ് ജോലിക്ക് പോകും.
അതിന് ശേഷം ഞങ്ങൾക്ക് നൈറ്റ് സൺഡേ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് 3-4 ദിവസം ഞാൻ അടുപ്പിച്ച്, അത് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എനിക്ക് അടുപ്പിച്ച് 3 ദിവസം ലീവ് കിട്ടും. അങ്ങനെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളും അത് സഹകരിക്കും. അങ്ങനെയാണ് ഞാൻ ടൂറൊക്കെ പോവുക. അപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോട് കൂടി. ഓക്കേ, താങ്ക് യു.